തിരുവാതിര വ്രതത്തിന്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങുന്നത് മകയിരം നാളിലാണ്. ഓരോ വ്രതവും ഗൃഹ ഐശ്വര്യ അന്തരീക്ഷം നിലനിർത്തുന്നതോടൊപ്പം തന്നെ ശാരീരികവും മാനസികവുമായ സംരക്ഷണം ഉറപ്പാക്കുന്നത് കൂടിയാണ്. മകയിരം നാളിലാണ് തിരുവാതിര വ്രതത്തിന്റെ ഭക്ഷണക്രമം തുടങ്ങുന്നത്. മകയിരം നാളിൽ ഒരിക്കൽ ഊണ് നിന്ന് ഒരിക്കൽ മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് മറ്റു നേരങ്ങളിൽ മറ്റു വിഭവങ്ങളോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ട് വ്രതം ആരംഭിക്കുന്നു. തിരുവാതിര നക്ഷത്രം തുടങ്ങി അത് അവസാനിക്കുന്നത് വരെ പൂർണ്ണ ഉപവാസത്തിലോ അല്ലെങ്കിൽ ഇളനീരോ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ടോ, അതുമല്ലെങ്കിൽ എട്ടങ്ങാട് നിവേദ്യം, അതായത് 8 വിഭവങ്ങൾ ചുട്ടെടുക്കുന്ന നിവേദ്യം, അത് കഴിച്ചുകൊണ്ടുമൊക്കെ വ്രതം നമുക്ക് തുടരാം. ഈ തിരുവാതിരയ്ക്ക് ശേഷം പുണർന്ന നാളിലും വ്രതം തുടരുന്നവരുണ്ട്. മകയിര നാളിൽ വ്രതമെടുക്കുന്നതോടെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെന്നും പുണർന്നത്തിന് വ്രതമെടുത്താൽ അവിടെ സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഓരോരുത്തരുടെയും ശാരീരിക സ്ഥിതി അനുസരിച്ച് ഭക്ഷണക്രമം പാലിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവരവർ തീരുമാനിക്കണം.